9 ഭിക്ഷാടനം. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. സായിയെ ദർശിക്കാനും ദർശനശേഷം ഷിർദി വിടാനും അവിടത്തെ അനുഗ്രഹവും അനുവാദവും ആവശ്യമാണ്. ബാബയുടെ അനുമതിയില്ലാതെ മടങ്ങിയവർക്ക് അപകടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അതുപോലെ ഷിർദി വിട്ടുകൊള്ളാൻ ബാബ അരുളിയാൽ പിന്നീടിവിടെ നിൽക്കുന്നത് പ്രശ്നങ്ങളെ ക്ഷണിച്ചുവരുത്തുന്നതിനു തുല്യം. അവിടുത്തെ വാക്കുകൾ അനുസരിക്കാതിരുന്നാൽ ഫലം കടുത്തതു തന്നെയായിരിക്കും. ഒരിക്കൽ കോപ്പർഗാവോനിൽ ആഴ്ചച്ചന്തയ്ക്ക് പോകാനൊരുങ്ങി താത്യാക്കോട്ടെ പട്ടേൽ ബാബയുടെ സന്നിധിയിലെത്തി. അവിടുത്തെ നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങിപ്പോകാനായിരുന്നു ഉദ്ദേശ്യം. അക്ഷമയോടെ അദ്ദേഹം സായീശ്വരനെ നമസ്കരിച്ചു. അപ്പോൾ ബാബ പറഞ്ഞു, ഒരു നിമിഷം കാത്തിരിക്കൂ, കച്ചവടം അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ പിന്നെ സമയമുണ്ട്. ഏതായാലും ഇപ്പോൾ മാംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഗ്രാമത്തിനു പുറത്തു പോകണ്ട. പക്ഷെ താത്യ ഉടൻ തന്നെ പോകണമെന്ന് വലിയ നിർബന്ധത്തിലായിരുന്നു. എങ്കിൽ നീ ശ്യാമയെ കൂടെ കൊണ്ടുപോകൂ. താത്യ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ശ്യാമ കൂടെ വരേണ്ട ഒരാവശ്യവുമുള്ളതായി താത്യയ്ക്ക് തോന്നിയില്ല. ബാബയോട് മറുത്തു പറഞ്ഞതുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് തന്നെ യാത്രയായി. 3 മീറ്ററോളം പോയതേയുള്ളൂ. കുതിര പെട്ടെന്ന് വിരളി പിടിച്ച് നിയന്ത്രണം വിട്ട് ഓടാൻ തുടങ്ങി. വണ്ടി ശക്തിയായി ഉലഞ്ഞു. കുതിര കാലുളുക്കി വീണു. താത്യയ്ക്ക് ചെറിയ പരിക്കുകൾ പറ്റി. അപ്പോഴാണ് സായീശ്വരന്റെ മുന്നറിയിപ്പ് മനസ്സിൽ തെളിഞ്ഞത്. മറ്റൊരിക്കലും ഇങ്ങനെ തന്നെ സംഭവിച്ചു. അന്ന് കുതിരവണ്ടി ബാബുൾ മരത്തിലിടിച്ച് തകർന്നു. സായി കൃപയാൽ കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവായി. മറ്റൊരു സംഭവം കേൾക്കൂ. ഒരിക്കൽ നാനാസാഹേബിന്റെ കത്തുമായി ഒരു യൂറോപ്യൻ ഷിർദിയിൽ വന്നു. ബാബയെ വണങ്ങി തൃക്കൈകളിൽ ചുംബിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി 3 പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ ഏതോ ബാബ അനുവദിച്ചില്ല. മുറ്റത്തിരുന്ന് ദർശനം നടത്താൻ അനുവദിക്കുകയും ചെയ്തു. യൂറോപ്യന് തൃപ്തിയായി തോന്നി. അദ്ദേഹം ഉടൻ തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. യാത്ര ചോദിക്കവേ എന്തിനാണ് തിടുക്കം എന്നവിടുന്ന് തിരക്കി. സായിപ്പ് പിറ്റേന്ന് പോയാൽ മതിയെന്നായിരുന്നു ബാബയുടെ തീരുമാനം. ഭക്തജനങ്ങൾ സായിപ്പിനോട് ഇക്കാര്യം പറഞ്ഞു. യാത്ര മാറ്റിവെക്കാനും ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം വണ്ടി വരുത്തി. യാത്ര തുടങ്ങി. ആദ്യം സുഖമായിരുന്നു യാത്ര. ബാബുൾ കിണർ കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ കണ്ട് ഭയന്ന് കുതിരകൾ പരിഭ്രമിച്ചോടി. വണ്ടി മറിഞ്ഞു. യൂറോപ്യൻ തെറിച്ചു വീണു. അദ്ദേഹത്തിന് കുറച്ചു ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരികയും ചെയ്തു. സായി അരുതെന്നരുളിയാൽ അതനുസരിക്കുക. സായി വചനങ്ങൾ ഈശ്വരകൽപ്പനയായി സ്വീകരിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ നന്മയ്ക്കേ അവിടുന്ന് എന്തും പറയൂ. സായീശ്വരൻ അത്ര മഹാനാണെങ്കിൽ, ഈശ്വരനാണെങ്കിൽ എന്തിനു വീടുതോറും ഭിക്ഷാപാത്രവുമായി നടക്കുന്നു? ഇങ്ങനെ സംശയമുള്ളവരുണ്ട്. അതിനുള്ള ഉത്തരം ശ്രദ്ധിക്കൂ. ഭിക്ഷയെടുക്കാൻ അർഹതയുള്ളതാർക്ക്? ആധ്യാത്മിക ശാസ്ത്രം പറയുന്നു, ആർക്കാണോ സന്താനം, സമ്പത്ത്, കീർത്തി എന്നിവകളിൽ അശേഷം ആശയില്ലാത്തത് അവർക്ക് ഭിക്ഷാടനം ചെയ്യാം. ഇത്തരക്കാർക്ക് ആഹാരം കൊടുക്കേണ്ട ചുമതല ഗൃഹസ്ഥന്മാർക്കാണ്. ഒന്നിനോടും ആശയില്ലാത്തവനാണ് ബാബ. ബാല്യം മുതലേ നിത്യബ്രഹ്മചാരിയായ സന്യാസി മഹാപുരുഷൻ. ഈ ലോകം ഒരു വീടാണെന്നും താൻ സാക്ഷാൽ വാസുദേവനും വിശ്വംഭരിക്കുവനുമാണെന്ന് അവിടത്തേക്കറിയാമായിരുന്നു. ഈ വിശ്വകുടുംബത്തിലെ അത്തരമൊരു അംഗത്തിനു മാത്രമേ ഭിക്ഷയെടുക്കാൻ അവകാശമുള്ളൂ. ആ അനുഷ്ഠാനം ഇന്ന് എത്രമാത്രം അധപ്പതിച്ചുവെന്നു നോക്കൂ. ഇനി ഗൃഹസ്ഥാശ്രമികൾക്ക് ചില ധർമ്മങ്ങളുണ്ട്. അത് പഠിപ്പിക്കുക കൂടിയായിരുന്നു സായീശ്വരൻ. അതിഥിക്ക് ആഹാരം നൽകിയിട്ടേ ഗൃഹസ്ഥാശ്രമി ആഹാരം കഴിക്കാവൂ എന്നുണ്ട്. മാത്രമല്ല, ഗൃഹസ്ഥാശ്രമി താൻ അറിയാതെ ചെയ്തുപോരുന്ന പഞ്ചമഹാപാപങ്ങൾക്ക് പരിഹാരമായി പഞ്ചമഹായജ്ഞങ്ങളും അനുഷ്ഠിക്കണം. ഇക്കാര്യങ്ങൾ ലോകരെ പഠിപ്പിക്കാനായി അവിടുന്ന് എല്ലാ ദിവസവും 5 വീടുകളിൽ ഭിക്ഷയ്ക്കു പോകും. എന്താണ് പഞ്ചമഹാപാപങ്ങളും യജ്ഞങ്ങളും? കണ്ടനി, ചുള്ളി, പേഷണി, ഉദകുംഭി, മാർജിനി ഇവയാണത്. കണ്ടനി, ധാന്യങ്ങളുടെ ഉമിയും തവിടും കളയാൻ ഉരലിൽ ധാന്യങ്ങളിട്ട് ഉലക്കുകൊണ്ട് കുത്തുമ്പോൾ ധാരാളം ചെറിയ പ്രാണികൾ കൊല്ലപ്പെടുമ്പോഴുള്ള പാപം. ചുള്ളി, ഭക്ഷണം പാകം ചെയ്യാനായി വിറക് കത്തിക്കുമ്പോൾ അസംഖ്യം സൂക്ഷ്മജീവികൾ ദഹിച്ചുപോകുന്നു. പേഷണി, അരയ്ക്കുക, അപ്പോഴും സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഉദകുംഭി, പാത്രം കഴുകുക, ജലം ഉപയോഗിക്കുമ്പോൾ ചെറുജീവജാലങ്ങൾ കൊല്ലപ്പെടുന്നു. മാർജിനി, അടിച്ചുവാരി വൃത്തിയാക്കുക, അപ്പോഴും സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നു. ഈ പാപങ്ങളെല്ലാം ചെയ്യാതിരിക്കാനും വയ്യ. കാരണം ഇവിടെ ജീവിക്കാൻ ഇതെല്ലാം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇത്തരം പാപങ്ങളുടെ പരിഹാരത്തിനായി പഞ്ചമഹായജ്ഞങ്ങൾ വിധിച്ചിട്ടുള്ളത്. അവ ബ്രഹ്മയജ്ഞം, വേദാധ്യയനം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം എന്നിവയാണ്.
കൂടാതെ മറ്റൊരു മഹത്തായ യജ്ഞമുണ്ട്, ക്ഷണിക്കാതെ വന്നവർക്ക് അതിഥി ആഹാരം കൊടുക്കുക. ഈ യജ്ഞങ്ങൾ വേണ്ടവിധമനുഷ്ഠിച്ചാൽ മനഃശുദ്ധി നേടാം. മനഃശുദ്ധി ആത്മജ്ഞാനത്തിലേക്ക് നയിക്കും. സായിലീലകൾ അനുപമമാണ്. സായീശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഭക്തിയോടെ നിശ്ചയിച്ചാൽ അത് പിന്നീട് മറന്നാലും അവിടുന്ന് അക്കാര്യം ഓർമ്മിപ്പിക്കും, സ്വീകരിക്കും. അങ്ങനെ ഭക്തനെ ആ കടത്തിൽ നിന്ന് മുക്തനാക്കും. രസകരമായൊരു സായിലീല കേൾക്കൂ. രാമചന്ദ്രൻ ആത്മാരാം, ബാബാസാഹേബ് താർക്കാട്, സായിയുടെ മഹാഭക്തരിൽ ഒരാൾ. പ്രാർത്ഥനാസമാജക്കാരനായിരുന്നതിനാൽ ആരുടെയും പടം വെച്ച് പൂജിക്കുന്നതിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തേക്കാൾ ഭക്തരായിരുന്നു ഭാര്യയും പുത്രനും. അവധിക്കാലമായപ്പോൾ ഭാര്യയ്ക്കും മകനും ഷിർദിയിൽ പോകാൻ ആഗ്രഹമായി. മകനെന്നും സായിയെ പൂജിച്ച് നൈവേദ്യം സമർപ്പിച്ചതിനു ശേഷമേ ജലപാനം ചെയ്യുകയുള്ളൂ. താൻ പോയാൽ പൂജ മുടങ്ങുമല്ലോ എന്നായിരുന്നു പുത്രന് വിഷമം. അച്ഛൻ അക്കാര്യം ചെയ്തുകൊള്ളാമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ അമ്മയും മകനും കൂടി കുറച്ചു ദിവസം സായി സന്നിധിയിൽ കഴിയാനായി യാത്ര തിരിച്ചു. അടുത്ത ദിവസം പിതാവ് രാവിലെ ഉണർന്നു, കുളിച്ചു, പൂജാമുറിയിലെത്തി. സായീശ്വരന്റെ ചിത്രത്തിനു മുന്നിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, പ്രഭോ, അവിടുത്തെ പൂജ ഹൃദയംഗമമായി ചെയ്യാൻ അനുഗ്രഹിക്കണേ. എന്റെ മകൻ ചെയ്യുന്നതുപോലെ ചെയ്യാൻ എന്നെ അനുവദിക്കണേ. എന്റെ പൂജ വെറുമൊരു പ്രകടനമായി തീരരുതേ. പിന്നീട് പൂജ തുടങ്ങി. നൈവേദ്യമായി കൽക്കണ്ടം സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഓഫീസിൽ പോയി. ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. മകന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ താർക്കാട് സന്തുഷ്ടനായിരുന്നു. അന്നും പതിവുപോലെ താർക്കാട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി ഓഫീസിൽ നിന്നും വന്നു. ആഹാരശേഷം പ്രസാദം കഴിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടലോടെ അക്കാര്യം ഓർത്തത്. ഇന്ന് രാവിലെ നിവേദ്യം വെച്ചില്ല. ഹാവൂ, താൻ എങ്ങനെയോ മറന്നുപോയിരിക്കുന്നു. താർക്കാടിന് വലിയ വിഷമമായി. തന്റെ പ്രവൃത്തി വെറുമൊരു പ്രകടനം തന്നെയായല്ലോ എന്ന കുറ്റബോധവും ഉണർന്നു. താർക്കാട് ഇക്കാര്യങ്ങളെല്ലാം എഴുതി ബാബയോട് ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മകന് കത്തയച്ചു. ഇനി ആ ദിവസം ഉച്ചയ്ക്ക് സായീശ്വര സന്നിധിയിൽ നടന്നതെന്തെന്ന് നോക്കാം. ഉച്ചസമയം. മധ്യാഹ്ന ആരതി തുടങ്ങാറായി. പെട്ടെന്ന് ബാബ താർക്കാടിന്റെ ഭാര്യയോട് ചോദിച്ചു, അമ്മേ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. ഉച്ചസമയമല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ഒരുവിധം അകത്ത് കടന്നു. പക്ഷേ എനിക്കൊന്നും അവിടെ കഴിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിശപ്പടക്കാൻ കഴിയാതെ ഞാൻ മടങ്ങി. ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷേ അടുത്തുതന്നെ ഉണ്ടായിരുന്ന മകന് മനസ്സിലായി. അച്ഛന്റെ പൂജയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അയാൾ ബാബയോട് താൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പൂജ ചെയ്യാം എന്നു പറഞ്ഞു. പക്ഷേ സായി സമ്മതിച്ചില്ല. അവിടെത്തന്നെ പൂജയർപ്പിക്കാൻ അനുവദിച്ചു. മകൻ ഇക്കാര്യങ്ങളെല്ലാം എഴുതി പിതാവിന് കത്തയച്ചു. ഈ സമയം അവിടെ നിന്ന് അയച്ച കത്ത് ഇങ്ങോട്ട് വരികയാണല്ലോ. ഏതായാലും രണ്ടിടത്തും കത്ത് കിട്ടിയത് ഒരേ ദിവസം തന്നെ. കത്ത് വായിച്ച് അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഭക്തരോടുള്ള അവിടുത്തെ കൃപാപൂരം കണ്ട് പിതാവിന്റെ ഹൃദയം ആർദ്രമായി. മഹാഭക്തയായിരുന്നു ഈ മകന്റെ അമ്മ. അവർ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന സമയം. ഭക്ഷണം വിളമ്പിയതേയുള്ളൂ. ആ നിമിഷം തന്നെ വിശന്നു വലഞ്ഞ് ഒരു നായ് അടുക്കള വാതിൽക്കലെത്തി. അവർ കഴിക്കാൻ വച്ചിരുന്നതിൽ നിന്നും കുറച്ചെടുത്ത് നായയ്ക്കു കൊടുത്തു. ആ നിമിഷം തന്നെ ചെളിയിൽ ഉരുണ്ടുകിടന്ന ഒരു പന്നിയും വിശപ്പോടെ എത്തി. അവർ അതിനെയും തീറ്റി. ഉച്ചകഴിഞ്ഞ് അവർ സായിനാഥനെ ദർശിക്കുന്നതിനായി മസ്ജിദി ചെയ്തുകൊടുത്തു. അങ്ങനെ സായീശ്വരന്റെ അന്തര്യാമിത്വം എല്ലാവരും അനുഭവിച്ചറിഞ്ഞു. ശ്രീമതി താർക്കാടയുടെ ജീവിതത്തിൽ ബാബ ആടിയ മറ്റൊരു ലീല കേൾക്കൂ. 1915 ഡിസംബർ. ഗോവിന്ദബാലറാം മങ്കാർ പിതൃശ്രാദ്ധമൂട്ടാനായി ഷിർദി യാത്രയ്ക്കൊരുങ്ങി. ശ്രീമതി താർക്കാടെ ഈ വിവരമറിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സായീശ്വരന് കൊടുത്തുവിടണമെന്നായി. എന്തെങ്കിലുമൊന്ന് നിവേദ്യമായി കൊടുത്തുവിടാൻ വീട് മുഴുവനും തിരഞ്ഞു. ഒടുവിൽ കിട്ടിയത് നേദിച്ച ഒരു പേട മാത്രം. അവർ അതെടുത്ത് ഗോവിന്ദന്റെ കയ്യിൽ ഭക്തിപൂർവ്വം നൽകി ബാബയ്ക്ക് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഗോവിന്ദ് ഷിർദിയിലെത്തി. പേട മുറിയിൽ നിന്നും എടുക്കാൻ മറന്നു. സായീശ്വരനെ ദർശിച്ചു. ഉച്ചയ്ക്ക് വീണ്ടും ദർശനത്തിനെത്തിയപ്പോഴും പേടയുടെ കാര്യം മറന്നുപോയി. ഇത്തവണ ബാബ തിരക്കി, നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നുമില്ല, അയാൾ പറഞ്ഞു. വീണ്ടും കരുണാനിധിയായ സായി ചോദിച്ചു. അപ്പോഴും ഒന്നുമില്ലെന്നു തന്നെയായിരുന്നു മറുപടി. ഒടുവിൽ സായീശ്വരൻ ചോദിച്ചു, നീ യാത്ര തിരിച്ചപ്പോൾ ആ അമ്മ എനിക്കൊരു മധുരപലഹാരം തന്നുവിട്ടില്ലേ? അതെവിടെ? ഹാവൂ! ഗോവിന്ദ് വല്ലാതായി. ലജ്ജയോടെ അയാൾ താമസസ്ഥലത്തേക്ക് ഓട്ടി. ശ്രീമതി താർക്കാടെ കൊടുത്തുവിട്ട പേടയുമായി തിരിച്ചെത്തി. മാപ്പിരന്നുകൊണ്ട് അത് ബാബയുടെ തൃക്കൈകളിൽ കൊടുത്തു. കൈയിൽ കിട്ടിയ ഉടൻ ബാബ അത് കഴിക്കുകയും ചെയ്തു.
അങ്ങനെ ഒരിക്കൽ കൂടി ശ്രീമതി താർക്കാഡയുടെ ഭക്തി അംഗീകരിക്കപ്പെട്ടു. ഓരോ ഭക്തനും അവന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഫലം നൽകി സായീശ്വരൻ അനുഗ്രഹിക്കുന്നു. സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കണം. ഈ ഉപനിഷത്ത് തത്വം എങ്ങനെ നടപ്പിലാക്കണമെന്ന് ബാബ ആചരിച്ച് കാണിച്ചു തന്നു. 9-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.